ഗുഡ് മോർണിംഗ്. വണ്ടി ഓട്ടിക്കുന്നു. ഞാൻ ടാറ്റ ഗുഡ് മോർണിംഗ്. ഉറങ്ങിക്കൊണ്ട് കൊണ്ടുവന്ന് കാർ സീറ്റ് വെക്കുക എന്റെ കൊച്ചിനെ. എന്നിട്ടും ഒരു കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നൊക്കെയാണ്. സ്ലീപ്പിംഗ് ബാഗ് ഒക്കെ ഇവിടുന്നാ ഊരുന്നേ. ബെൽറ്റ് ഇടാൻ പറ്റില്ല. അത് ഇവിടെ വെക്കാൻ പറ്റത്തില്ല എന്ന് ഇന്നലെ എനിക്ക് മനസ്സിലായിരുന്നു. ഞാൻ ഓർത്തത് അങ്ങനെ. പാവുണ്ട്. എന്നാ പോവാ? ഗുഡ് മോർണിംഗ് ഗൈസ് ആൻഡ് വെൽക്കം ടു മൈ ഡെയിലി വ്ലോഗ്. ഞാനിന്ന് ജിമ്മിലേക്ക് പോവാണ്. കുറേ ദിവസമായി അങ്ങോട്ടേക്ക് പോയിട്ട്. അപ്പോൾ ഇന്ന് ജിമ്മിലേക്ക് പോവാണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് എന്നെ ജിമ്മിൽ കാറിൽ കൊണ്ടുവിടുന്നതെന്നാണ് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിരിക്കുന്നത്. അത്ഭുതത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് രാവിലെ കളിക്കാൻ പോകണം, ക്രിക്കറ്റ് കളിക്കാൻ പോകണം. അപ്പം ഞാൻ പറഞ്ഞു പറ്റത്തില്ല, എനിക്ക് എൻ്റെ ജിമ്മിൽ പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിലൊരു കോംപ്രമൈസാണിത്. എന്നെ നേരത്തെ ജിമ്മിൽ വിടുന്നു, എന്നിട്ട് എന്നെ ഒന്ന് പിക്ക് ചെയ്യുന്നു, എന്നിട്ട് എന്നെ വീട്ടിൽ വിട്ടിട്ട് കളിക്കാൻ പോകും. അതാണ് പ്ലാൻ. അതെ, പാവം പെട്ടത് എൻ്റെ കൊച്ചാണ്. അത് പാവം ഉറങ്ങിക്കിടക്കുമായിരുന്നു. കുഴപ്പമില്ല, ഇനി തിരിച്ച് വീട്ടിൽ പോയി പാലൊക്കെ കുടിച്ചാൽ പുള്ളിക്കാർ വീണ്ടും ഉറങ്ങിക്കോളും. അപ്പം ശരി, എന്നാൽ ഞാൻ ജിമ്മിൽ പോട്ടെ. ആണോ അച്ഛൻ എന്താ പറഞ്ഞ? ഞാൻ ചോദിച്ചു ടാറ്റ പോണ. അപ്പൊ ടാറ്റ പോവാനോ? മുടി കെട്ടി വെച്ചേക്ക് നോക്ക്, കെട്ടി വെച്ചേക്കുന്ന നോക്കുന്നതൊക്കെ ഞാനാ കെട്ടിക്കൊടുത്ത് അല്ലേ പോനോ? അല്ലേ? ഇഷ്ടപ്പെട്ടോ എന്റെ കൊച്ചു മുടി കെട്ടിയേക്കുന്നത്? ഇഷ്ടായോ? ആ, എവിടെയാ പോണ്? ഓ അയ്യോ അയ്യോ, ഉറക്കം വരുന്നുണ്ടാ? കുറച്ചും കൂടി ഉറങ്ങണോ? കുറച്ചും കൂടി ഉറങ്ങണോ? പാല് കുടിച്ചിട്ട് ഇനി ഉറങ്ങോ അത് കളിക്കോ? ഇവിടെ വന്നാ മതി. മനസ്സിലായല്ലോ? മനസ്സിലായി. മനസ്സിലായോ? ഓക്കെ, ബൈ. ബൈ. 8:55 ഞാൻ പോയി എത്തും. സെയിം ടൈം. 9 മണിക്ക് ഞാൻ ഇറങ്ങുള്ളൂ. 1 hour എനിക്ക്. ഓക്കെ, 9 മണിയാകുമ്പോൾ വന്നാൽ മതി. അങ്ങനെ ഞാൻ ജിം എത്തി ഗൈസ്. ഇത് ആ കാണുന്ന ബിൽഡിങ്ങിലാണ് ജിം. ദി ജിം ഗ്രൂപ്പ് എന്ന് എഴുതിക്കുന്നത് കണ്ടോ? അതാണ് എൻ്റെ ജിം. അപ്പോൾ ഞാൻ പോട്ടെ. ഇനി അതിനകത്ത് കയറുന്ന മറ്റേ കോഡ് മാറിയോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ കോഡ് മാറിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. We also have a safety station where you will find a first aid kit and a defibrillator. Make sure you keep ഹലോ, ഹായ്. ഹലോ, ഉറങ്ങിയ പിന്നെ വേണ്ട, പാല് വന്നതേ കുടിച്ചോളൂ. എന്താണ് പരിപാടി രാവിലെ? വീട്ടിൽ കൊണ്ട് കിടത്തി ഉടനെ ചിണുങ്ങുന്നു. വണ്ടിയുടെ അടുത്ത് അവിടെ കൊണ്ട് കിടത്തിപ്പോ പിന്നെ അവിടെ കിടന്നിട്ട് മൊത്തം വലിയ പാട്. എക്സ്ക്യൂസ് മീ. ഇതാ അമ്മ വിത്തുന്നു. പോവാടാ പോവാടാ, നമുക്ക് പോവാടാ. ടാറ്റാ ടാറ്റാ ടാറ്റാ. അച്ഛ ഇനി കളിക്കാൻ പോകുന്നു, ഹാൻഡ് ഓവർ ചെയ്തിട്ട്. ബൈ ബൈ. നമ്മൾ പോയി ഒന്ന് ഫുഡൊക്കെ കഴിക്കട്ടെ അല്ലേ? പിന്നെ ലോക്ക് ചെയ്യാം. ഓ ഓ ഓ ഓ നോ നോ.
കുഞ്ഞപ്പൻ്റെ ബാറ്ററി തീർന്നോടാ? കുഞ്ഞപ്പൂൻ്റെ ബാറ്ററി തീർന്നോ? ഞാൻ ഇവളുടെ ചെയർ എടുത്തിട്ട് വരട്ടെ. ഇനി എന്നത്തെയും പോലെ എൻ്റെ ഓട്സ് ഉണ്ടാക്കി കഴിക്കാൻ പോവാ. എന്നത്തെയും പോലെയല്ല, ഇപ്പം ഡയറ്റ് തുടങ്ങിയതിന് ശേഷം എന്നും ഓട്സാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഇന്നലെ കണ്ടതുപോലെ തന്നെയാണ് ഇന്നും. അപ്പം അതുണ്ടാക്കട്ടെ. അമ്മ കുക്ക് ചെയ്യാൻ പോട്ടെ. കുട്ടി ഇവിടെ ഇരുന്ന് കളിക്കോ? അമ്മയുടെ സഹസ്രക്കുട്ടി ഇവിടെ ഇരുന്ന് കളിക്കോ? ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതാണത് അല്ലേ? എങ്ങനെ പറയാ? ഒന്നുകൂടെ പറഞ്ഞേ. നേരെ വന്നില്ല അത്. അവള് അവിടെ ഇരുന്ന് മടുത്തു. അപ്പം എൻ്റെ കയ്യിലോട്ട് കയറിയിട്ടുണ്ട്. ഉറക്കവും ശരിയായിട്ടില്ലല്ലോ. ഇനി ഞാനൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം ഇവളെ ഒന്ന് ഫ്രഷാക്കി ഒന്നും കൂടിയൊക്കെ ഒന്ന് രാവിലെ പറ്റുമെങ്കിൽ കുറച്ച് സോളിഡ്സ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം രാവിലെ ഒന്ന് സ്വീറ്റ് പൊട്ടറ്റോ കൊടുക്കണോ അതേ ഉച്ചയ്ക്ക് കൊടുത്താൽ മതിയോ എന്നിങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂഡ് ശരിയാണെങ്കിൽ ഇപ്പോൾ കൊടുക്കാം. അങ്ങനെ അപ്പം ഞാൻ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായി. പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെ വെതർ അത്ര നന്നായിട്ടുണ്ടായിരുന്നില്ല. അതായത് ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ കുടയൊക്കെ ഓർഡർ ചെയ്തു. ലൈക്ക് എന്തായാലും പോകണം, വെതറൊന്നും ഒരു പ്രശ്നമല്ല എന്നൊക്കെ പറഞ്ഞ് സെൽഫ് മോട്ടിവേഷനൊക്കെ കൊടുത്തിട്ട് ഞാൻ ഒരു കുടയൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത് ഇന്നലെ വന്നു. ഇന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു മഴയും ഇല്ല, കാറ്റുമില്ല, ഒന്നുമില്ല. അതങ്ങനെ ആയിരിക്കും അല്ലേ? മറ്റേത് ഞാനിങ്ങനെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നല്ല മഴയായിരിക്കും. പിന്നെ കുടയില്ലാത്ത കാരണം ഞാനങ്ങനെ കുട അങ്ങനെ വാങ്ങേണ്ട ഒരു ആവശ്യം ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുട വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ. അപ്പോൾ ഞാൻ ഇന്ന് മുതൽ എന്തായാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ആഴ്ചയിൽ 5 ദിവസം ജിമ്മിൽ പോകും. പിന്നെ ഡയറ്റും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മയെ കയ്യിൽ കടിയിട്ട് ഞാൻ വിചാരിച്ചു പഴം കൊടുക്കാമെന്ന്. ഞങ്ങൾ ഉറങ്ങിപ്പോയി ഗൈസ്. ഉറക്കത്തിനാണ് അവളെങ്ങനെ നടന്നു ബഹളം വെച്ചത്. അപ്പം ഞാൻ കൊണ്ടുവന്നിട്ട് പാല് കൊടുത്തിട്ട് ഉറക്കി. ഇനി എപ്പോഴെഴുന്നേക്കെന്ന് അറിയില്ല. ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ ഉറങ്ങുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ കൊള്ളാം. ശരി, എന്നാൽ പിന്നെ കാണാം. അമ്മേനെ വിളിക്കടി, പിന്നെ അമ്മേനെ വിളിക്കടി നീ. അമ്മ അച്ഛ വന്നു. കാറിന്റെ സൗണ്ട് കേൾക്കണു. അച്ഛ വന്നു. പോയി നോക്കാം. അച്ഛയാണെന്ന് പോയി നോക്കാം. വാ. അച്ഛ വന്നു എന്ന് തോന്നുന്നു ഗൈസ്. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു? 11:20. കുറച്ച് പണിയുണ്ട് എനിക്ക്. കുളിക്കാൻ കൊറേ നേരം എടുക്കല്ലേ? ആ 1 മണിക്കൂറെങ്കിലും വേണം കുളിക്കാൻ. എന്നാ മേളിൽ പോവാം. കൈക്ക് ഭയങ്കര വേദന. വെയിറ്റ് എടുത്തല്ല, ഇവളെ എടുത്തിട്ട് അങ്ങനെ ആയതാന്ന് തോന്നുന്നുണ്ട്. മറ്റേ മെറ്റേണിറ്റി ലീവ് അല്ല, പ്രഗ്നൻസി മെറ്റേണിറ്റി ലീവിലേക്ക് വരുന്നതിന് മുന്നേ എനിക്ക് പണിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കൈക്ക് വേദന ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ആ വേദന ഈസ് ബാക്ക്. അല്ലേ കുഞ്ഞിപ്പുഴു കയ്യിലിരുന്ന് ഞൊളഞ്ഞേ ഇരിക്കുള്ളൂ അല്ലേ കുഞ്ഞിപ്പുഴു? മറ്റേ കുഞ്ഞിപ്പുഴുവാനോ
ഇനി അമ്മ വിളിച്ചോക്കിയേ അമ്മ വിളിച്ചൊന്നും നോക്കുന്നില്ല കേട്ടോ. വരൂല ഇല്ലേടാ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നു നമ്മൾ ഡൈപ്പർ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇത് വന്നില്ല എന്ന്. ഇങ്ങനെയാണ് ഞാൻ ഓർഡർ ചെയ്യുക. ഇത് കണ്ടോ, ഇതിനകത്ത് വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. ബേബീസിന്റെ വെയിറ്റ് നോക്കിയിട്ടാണ് അത് മേടിക്കുക. അയ്യോ ഹൈലേസ കൊള്ളാം, വലിയ വെയിറ്റ് ഒന്നുമില്ല. സ്റ്റെപ്പ് മര്യാദയ്ക്ക് കയറിയാൽ മതി. എല്ലാ സ്റ്റെപ്പും ചവിട്ടി കയറണം. അല്ല, മിസ്സാവരുതല്ലോ. മിസ്സായി കഴിഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അയ്യോ സെറ്റ്. നമ്മുടെ വൈപ്സ്, ഡൈപ്പർ, കഴിഞ്ഞ പ്രാവശ്യം ഓർഡർ ചെയ്തതിൻ്റെ ബോക്സൊക്കെ കളഞ്ഞിട്ടില്ല ഇതുവരെ. താഴെ ഇറങ്ങാൻ കടിക്കല്ലേ പ്ലീസ്, കടിക്കല്ലേ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എന്നെ കടിക്കരുത് പ്ലീസ്. പോണു തിരിച്ചു നിർത്തി എൻ്റെ കമ്മലി പിടിക്കുക, അതൊക്കെയാണ് അവളുടെ ഒരു ഹോബി. ഇന്ന് ഞാൻ കമ്മൽ ഇട്ടിട്ടില്ലല്ലോ. അക്രമിയാണ് ഗൈസ് ഇവൾ, അക്രമി. ഇടിയേ താഴെ കിടക്കടി, താഴെ കിടക്കാം. ചത്ത്. എൻ്റെ ദേഹത്തുനിന്ന് ഇറക്കി വിട്ടതിനാണ് ഇങ്ങനെ കാക്കുന്നു. ഹോ എൻ്റെ പൊന്നെ, ഞാൻ ഒരു മത്തങ്ങ പോലെ ഉണ്ടല്ലേ. മാറും ഗൈസ്. 3 മാസത്തിൽ ഞാനൊരു എന്താ പറയുക, അല്ല ഒരു മാറുമായിരിക്കും അല്ലേ? പറ. അമ്മയുടെ ഡബിൾ ചിന്നൊക്കെ പോയില്ലേ? എൻ്റെ മീൻസ് എൻ്റെ ലൈഫിൽ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ ഡബിൾ ചിന്നാണ്. അതാണ് എൻ്റെ ഏറ്റവും ഇൻസെക്യൂർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന സാധനം അല്ലേ? ആണോ? ഇപ്പം പക്ഷേ ഞാൻ അങ്ങനെ ബോധവടല്ല. മറ്റേത് എനിക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ ഭയങ്കര മടിയാണ്. എൻ്റെ ഇങ്ങനെ ഡബിൾ ചിഹ്നം അറിയോ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം നെവർ മൈൻഡായി. അതൊക്കെ അങ്ങനെ മാറിക്കോളും എന്നുള്ളൊരു മൈൻഡായി എനിക്കിപ്പോൾ. ഒന്ന് തിരിഞ്ഞേ, ഒന്ന് തിരിയേ. എക്സ്ക്യൂസ് മീ. ഒരു സാധനം മേടിച്ചു വെക്കാൻ പറ്റത്തില്ല, എല്ലാം വാരി മുഖത്തും പുറത്തും ഒക്കെ തേക്കും. ഇത് മെൻസിന് സെപ്പറേറ്റ് ഉണ്ട്, അറിയോ? അതൊന്നും വേണ്ട, എനിക്ക് ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ മതി അല്ലേ? എന്താ ഒരു സൺസ്ക്രീൻ മേടിച്ചു വെച്ച് കളിക്കാൻ പോകുന്നത് കാരണം അത് തീർന്നു. ഇന്നിട്ടില്ല, ഇന്ന് സണ്ണ് വന്നില്ല. സണ്ണല്ലേ പിന്നെ ഉദിച്ചിരിക്കുന്നത്. അതിപ്പോഴല്ലേ വന്നത്, കളിക്കുമ്പോ ഇല്ലായിരുന്നു. പോയപ്പോ വെയിലില്ലായിരുന്നല്ലോ, അതുകൊണ്ട് പിന്നെ സൺസ്ക്രീൻ. എന്നിട്ട് എന്നോട് പറയാം അത് തീർന്നു, ഇത് തീർന്നു. മേടിക്കുന്നില്ലേ? മേടിക്കാൻ പറഞ്ഞല്ലോ ഞാൻ. നിക്കർ തിന്നുന്നു നിങ്ങളുടെ മകൾ. അച്ഛക്കിന്ന് ഡ്യൂട്ടിയുള്ള ദിവസം, അങ്ങനെ അച്ഛ പോയി. അപ്പം നമ്മളിതേ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നേക്കുക. ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് കഴിക്കോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വിചാരിച്ചു ഇതിനെ ഹാഫാക്കിയിട്ട് കൊടുക്കാം, മീൻസ് ഹാഫ് പോർഷൻ എടുക്കാമെന്ന്. പക്ഷേ എന്തോ ഞാനതങ്ങ് ഫുള്ള് മിക്സ് ചെയ്തു. സ്വീറ്റ് പൊട്ടറ്റോ ആണെന്ന് കൊടുക്കുന്നത്. ഇഷ്ടമായെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒരു പ്രാവശ്യം പാ തുറന്നിട്ടുണ്ട്, നോക്കാം. ഇഷ്ടമായോ? ഒന്നുകൂടെ കഴിക്കാം. This is my lunch time.
അവളെ കയ്യിൽ വെച്ചിട്ട് താഴെ ഇരുന്ന് കഴിക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ചില സമയത്ത് അവൾ ആ ചെയറിലൊന്നും ഇരിക്കില്ല, തറയിൽ കിടത്തി കിടക്കില്ല, അങ്ങനെ. അപ്പം ഞാൻ കൈ പിടിച്ച് കഴിക്കേണ്ടി വരും. ഇവിടെ ബെഡിലാണെങ്കിൽ അവൾ അവിടെ കിടന്ന് കളിക്കും. കുറച്ചും കൂടി കംഫർട്ടാണ് അവളിവിടെ. എന്താണെന്നറിയാൻ പാടില്ല, അവൾക്ക് അവളുടെ ടോയ്സ് ഒന്നും വേണ്ട. അവൾ ഇതുപോലത്തെ സാധനങ്ങളാണ് അവൾക്ക് വേണ്ടത്. നമ്മൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കിട്ടിയാൽ അതും വെച്ച് കുറേ നേരം നിൽക്കും അങ്ങനെ. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്, അത് കൊടുക്കാത്രേ ഉള്ളൂ വഴി. സോ ഇത് എൻ്റെ വെയിറ്റ് ലോസിൻ്റെ 2ാമത്തെ ദിവസം ഉണ്ടോ. ഞാൻ എന്തൊക്കെയാണ് ഒരു ദിവസം കഴിക്കുന്നതെന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്യാം. കുറച്ച് റിസൾട്ടൊക്കെ വന്നു തുടങ്ങട്ടെ, എന്നിട്ട് ചെയ്യാം. ഞാൻ കഴിച്ചിട്ട് വരട്ടെ. ഇന്നിവിടെ ഭയങ്കര ചൂട് ഫീൽ ചെയ്യുന്നു എനിക്ക്. ഇവിടെ കൊണ്ടൊന്ന് പുറത്ത് പോയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. നല്ല വെതറായിരിക്കും പുറത്ത്. പാർക്കിലൊക്കെ പോയാൽ നോക്കട്ടെ. എന്താ അവിടെ പൊന്നമ്മ എന്തെടുക്കാൻ പോണത്? നേരത്തെ ഇതേ ഒരു ഹെയർ ബാൻഡ് ബെഡിൽ കിടന്നു, അതെടുക്കാൻ പോയി. ഇപ്പോൾ വേറെ എന്താ, ഇതേ കണ്ടോ കയ്യിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെയാണ് പുള്ളിക്കാരിക്ക് വേണ്ടത്, വേറൊന്നും വേണ്ട. സഹസ്രക്കുട്ടി ഇവിടെ വാടി കല്ലിപ്പനെ. ഓയ് ഇന്ന് ഞാനെന്നല്ല ഞങ്ങളെല്ലാവരും പതിവിലും നേരത്തെ എഴുന്നേറ്റു. സാധാരണ ഒരു 9, 9:30, 10 അങ്ങനെയാണ് എഴുന്നേൽക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ആമ്പൂന് ക്രിക്കറ്റ് കളിക്കാൻ പോകണം, എനിക്ക് ജിമ്മിൽ പോകണം. അപ്പം നമ്മൾ രാവിലെ ഞാൻ ജിമ്മിൽ പോയിട്ട് വന്നാലാണ് ആമ്പൂൻ്റെ സമയത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോകാൻ പറ്റുള്ളൂ. അത് കാരണം ഇന്ന് 7 മണിയായപ്പോൾ എഴുന്നേറ്റു. കാരണം 7 മണി എന്ന് പറയുന്നത് അതിരാവിലെയൊന്നും അല്ലെങ്കിലും ഞങ്ങൾ കിടക്കുമ്പോൾ 1 മണി ഒക്കെ ആവും രാത്രിയിൽ. അപ്പോൾ പിന്നെ ഞങ്ങൾക്കതൊരു വെളുപ്പാങ്കാലമാണ് 7 മണി എന്ന് പറയുന്നത്. അപ്പോൾ അവളും ഇന്ന് 7 മണിക്ക് എഴുന്നേറ്റു. അതുകൊണ്ട് ഞാൻ ജിമ്മിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും ജസ്റ്റ് കിണിക്കം ഒക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ കിണിയെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫീഡൊക്കെ ചെയ്തിട്ട് ഉറക്കി. അങ്ങനെ കുറച്ച് സമയം ഉറങ്ങി. എന്നാലും ഒരു 1 മണിക്കൂറൊന്നും ഉറങ്ങിയിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 10-15 മിനിറ്റ് ഉറങ്ങി. ഇപ്പതേ അവളങ്ങനെ കിടന്ന് കളിക്കുക. അത് മറ്റേ പവർ നാപ്പായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. നല്ല പവറിൽ അവിടെ കിടപ്പുണ്ട്. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് എനിക്ക് തലയൊക്കെ വേദനിക്കുന്നു. പക്ഷേ നമുക്കൊരു പറ്റില്ല, ഉറങ്ങാൻ പറ്റത്തില്ല, മനസ്സിലായില്ലേ? ഇപ്പം നാട്ടിലായിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് എനിക്ക് ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങായിരുന്നു എന്നൊക്കെ ഫീൽ ചെയ്യുന്നു. എന്താ ചെയ്യാനാ? ഇനിയിപ്പോൾ ഇവിടെ ഉറങ്ങുമ്പോൾ എനിക്ക് ഈ ഒരു ഫീല് ഉറങ്ങാൻ തോന്നുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സാധാരണ എനിക്ക് ഇങ്ങനെ പകലുറങ്ങാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. ആ രാത്രിയിൽ കിട്ടുന്ന 8 hours സ്ലീപ്പാണ് എൻ്റെ സ്ലീപ്പ് എന്ന് പറയുന്നത്. അത് തങ്കം. അത് കിട്ടിയ അടിപൊളിയാണ് ലൈഫ്. ആ ഒരു ഡേ അടിപൊളിയായിരിക്കും. ഉറക്കം കുറഞ്ഞ എനിക്ക് ഇച്ചിരി പ്രശ്നമാണ്. ഉറക്കാൻ കൂടി വയ്യ. പ്രസവമൊക്കെ കഴിഞ്ഞ സമയത്തുണ്ടായിരുന്ന ആ ഒരു ഉറക്കമില്ലായ്മയൊക്കെ. അയ്യോ, ഇപ്പോഴാണ് ഇവള് കുറച്ച് ഒരു 5-6 മണിക്കൂറൊക്കെ സ്ട്രെയിറ്റ് ഉറങ്ങും അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്കും കുറച്ച് നേരം ഉറങ്ങാം. പിന്നെ ആ ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ പാൽ കുടിക്കാനായിരിക്കും എഴുന്നേക്കുക. അപ്പം ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അവൾ കുറച്ചും കൂടി ഉറങ്ങും. അപ്പം നമുക്ക് സമയം കിട്ടും ഉറങ്ങാൻ വേണ്ടിയിട്ട്. എന്തായാലും ഒരു 8 മണിക്കൂറൊക്കെ നമുക്ക് ഉറങ്ങാൻ പറ്റും. അതുകൊണ്ട് കുറച്ച് സമാധാനം. ഇതേ വണ്ടി തിരിഞ്ഞു വരുന്നുണ്ട്, കാണിച്ചു തരാം. എങ്ക പോറേ അച്ഛ എവിടെ പോയി കാണാ? ഞങ്ങൾക്ക് ഇതുവരെ ഇവൾക്കൊരു എന്താ പറയുക, ഒരു ചെല്ലപ്പേര് കിട്ടിയിട്ടില്ല ഗൈസ്. എനിക്ക് ഒന്നിനും ഒരു
സ്പാർക്ക് കിട്ടുന്നില്ല. ഈ ഇപ്പം സഹസ്ര അരുഷി എന്ന് പറയുന്ന ഒരു പേര് തന്നെ ഞാൻ കുറേ തപ്പി ഇഷ്ടം പോലെ എനിക്ക് എല്ലാവരും ഇങ്ങനെ പേരെഴുതി ഇങ്ങനെ സെൻഡ് ചെയ്ത് തരുമായിരുന്നു. പിന്നെ ഞാനും ഇങ്ങനെ തപ്പിയ സമയത്ത് ഫസ്റ്റ് ക്ലിക്കായതാണ് ഈ സഹസ്ര എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇനിഷ്യൽ വെക്കാനോ ഇപ്പോൾ എൻ്റെയോ ആമ്പുൻ്റെ പേരിങ്ങനെ ലാസ്റ്റ് കൊടുക്കാനോ സർനെയിമായിട്ട് കൊടുക്കാൻ താല്പര്യമില്ലായിരുന്നു. വേറൊരു പേര് തന്നെ സർനെയിമായിട്ട് വേണം എന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് തപ്പിപ്പിടിച്ച് ആരുഷിയിലേക്ക് വരുന്നത്. വരുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവളെ കണ്ടിട്ട് അവൾക്ക് ഉറക്കം വരുന്നുണ്ടെന്ന്? എനിക്ക് ആക്ച്വലി കുറച്ച് പണിയുണ്ടല്ലേ. ഇവിടെ എൻ്റെ വാർഡ്രോബ് ഉണ്ടോ, ഇത് എത്ര അടുക്കി വെച്ചാലും അതിങ്ങനെ ആവും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ പണി എല്ലാം ഒന്നും കൂടി മടക്കി ഒതുക്കി അടുക്കി പെറുക്കി വെക്കണം എന്നൊക്കെ വിചാരിക്കുന്നു. ഇതിപ്പോൾ കുറച്ച് ദിവസം ജിമ്മിൽ പോയപ്പോഴത്തേക്കും അതൊരു ക്ഷീണവും ഉണ്ട്. നോക്കാം അല്ലേ. ഞാൻ പറഞ്ഞില്ലേ പാർക്കിൽ പോകണമെന്ന്, അതിനും എനിക്ക് മടിയാവുന്നു. എനിക്ക് ഉറക്കം വരുന്നത്. ഈ ഉറക്കമില്ലെങ്കിൽ ഒന്നിനും പറ്റത്തില്ല പണ്ടാരം. ഞാൻ ഫുഡ് കഴിക്കുക ഗൈസ്. ഞാൻ പറഞ്ഞില്ല എനിക്ക് നല്ല ഉറക്കം വരുന്നു. എന്നിട്ട് അവൾ കുറച്ച് നേരമൊക്കെ കിടന്ന് കളിച്ചിട്ട് അവൾക്ക് വിശന്നപ്പോൾ കരഞ്ഞു. അങ്ങനെ ഞാൻ ഫീഡ് ചെയ്യുമ്പോൾ അവൾ ഉറങ്ങി. അപ്പോഴേക്കും ഞാനും ഫോൺ അവിടെ വെച്ചിട്ട് കിടന്നുറങ്ങിയതാണ്. ഒരു 8 മണി, ഏതാണ്ട് ഒരു 8 മണി ആയപ്പോഴാണ് എഴുന്നേറ്റ്. പിന്നെ അപ്പോഴും ഇവൾ കരഞ്ഞിട്ടാണ് ഞാൻ എഴുന്നേറ്റ്. പിന്നെ ഫീഡ് ചെയ്തിട്ട് അപ്പോൾ അവൾ ഉറങ്ങി. എനിക്ക് ഭയങ്കര വിശപ്പ്. ഞാൻ പിന്നെ വന്നിട്ട് ചപ്പാത്തിയും പനീർ വെജീസ് ഒരു കറിയും കൂടെ കഴിക്കുക. അല്ല കഴിക്കട്ടെ. ഇതെന്താണെന്നറിയില്ല, ഭയങ്കര ക്ഷീണം. കഴിച്ചാൽ ചിലപ്പോൾ എനർജി വരുമായിരിക്കും. ബൈ.